എന്നെ ഞാനാക്കിയ ഈ അർത്തായുടെ മുമ്പിൽ ബലിയർപ്പിക്കുവാനായിട്ട് ആഞ്ഞിരിക്കുമ്പോൾ എന്നെയും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമാവിധം എന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ഗുരുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഈ ഇടവക അംഗങ്ങളെല്ലാവരെയും
ഈ ബലിയർപ്പണത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഭക്തിയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ ഈ ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നൽകിയ ദിവരസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാകണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൊണ്ടു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി
പരിസ്ഥാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. അമ്പരവരവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോ നിർമ്മലമായ അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മതസ്ഥരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, എഫെസോസിന് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 7 വരെ ഗുരു ആശീർവദിച്ചാൽ. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ശാന്തി
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4 വാക്യങ്ങൾ 16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായിരുന്ന നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എല്ലാം അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ അവസരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറ്റിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നേറ്റു പറയാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരെയും ദിവ്യശിശുവിന്റെ സൗഖ്യത്തിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച മിശിഹാ വഴി ഞങ്ങളെ അങ്ങയുടെ മക്കളും സ്വർഗത്തിന് അവകാശികളുമാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരത്തിന്റെ മഹനീയ ഫലങ്ങൾ തിരുസഭയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അജപാലകന്മാരായി മാർപ്പാപ്പമാരെയും മെത്രാന്മാരെയും നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവസതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാണാതിരുത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വെറുതെയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളും പാപങ്ങളും കരകഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
സ്നേഹപിതാവായ ദൈവമേ, ഈ അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം എന്നെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരിശരീരങ്ങളായി മാറുന്ന ഈ ബലിവസ്തുക്കളോട് ചേർത്ത് വയ്ക്കുവാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച് എന്നെ ഏൽപ്പിച്ച സകല നിയോഗങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെയും മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെയും ഈ ബലിക്കായി എന്നെ ഒരുക്കിയ മാതാപിതാക്കളെയും ഗുരുബോധരെയും വികാരിയച്ഛന്മാരെയും മറ്റെല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഇടവക ജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും പ്രാർത്ഥനകളെയും ഞാൻ അർപ്പിക്കുന്ന ഈ ബലികളോടൊത്ത് അങ്ങ് സ്വീകരിക്കണമേ. പൗരോഹിത്യ ജീവിതം അതിൻ്റെ വിശുദ്ധിയോടെ പൂർത്തിയാക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. Maria, save me.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ എന്ന് പറയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കും. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യമുസ്തരോളം കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനാങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരും ശ്രാപ്പന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Oh
കർത്താവായ ദൈവമേ, സുരീണങ്ങളോടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിസായമായ വചനമായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ഹൃദയ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. നിങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രികസഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവരമായ മാർ ജോർജ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും മാർ സെബാസ്റ്റ്യൻ മാർ ജോസ് മെത്രാന്മാർക്ക് വേണ്ടിയും ഇന്ന് കൈവപ്പൊഴിഞ്ഞ പൗരോഹിത്യ പദവിക്ക് ഉയർത്തിയ ആന്റണി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ ക്രീതിസിംഗം വർദ്ധിച്ച നീതിമാന്മാരും വിസ്തരമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തെ വേർപിരിച്ചു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും പ്രത്യേകമാവിധം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ യോർയാസനത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതനെത്തിയ നീതിമാന്മാരും വിസ്തരമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അവരുടെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാസികന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദിസയുടെ സജീവ ജീവദായകമായ മുദ്രിതരും പരിസ്ഥിതിക സഭയുടെ സിദ്ധാന്തങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേയും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മാന്യവും ഭയഭക്തിജനകവും പരിസ്ഥവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിന്റെ ദാസരുടെയും കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ കൃപയുള്ള പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെ വിസ്മയാവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിസ്ഥവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിയായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Amen.
നമ്മുടെ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദന നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും നീക്കും. ആമേൻ. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങൾ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
എല്ലാവരെയും അങ്ങേ ബലിവേദിയിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. CMI സഭാ സ്ഥാപകപിതാവായ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ,
തന്റെ ധ്യാന സലാപങ്ങളിൽ കുറിച്ചു വയ്ക്കുന്നു. ആയതിനെന്ത് കാരണം ദൈവമേ, ആദിഹീനനാം നിൻ ദയ മാത്രം. ഇത് തന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥന. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അയോഗ്യനെങ്കിലും അമൂല്യമായ സന്യാസ പൗരോഹിത്യദാനം നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി. വിശുദ്ധ ചാവറ പിതാവിൻ്റെ തീവ്രമായ പ്രാർത്ഥനയോടും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് CMI സഭയെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. അമ്മയായ സഭയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. വൈദികനാകണമെന്ന ആഗ്രഹം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇടവക വികാരിമാരായിരുന്ന ബെന്നി പാറക്കാട്ടിലച്ചനെയും ജോസ് പാലത്തിങ്കലച്ചനും CMI സഭയിലേക്ക് എന്നെ സ്വീകരിച്ച വൊക്കേഷൻ പ്രൊമോട്ടർ അജു പുതുപ്പള്ളി അച്ഛനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ പ്രൊവിൻഷ്യന്മാരായിരുന്ന അഗസ്റ്റിൻ തോട്ടകര അച്ഛനും ആന്റണി കരിയിൽ പിതാവിനും അലക്സ് റുദാപിള്ളി അച്ഛനും ജോസ് ക്ലീറ്റസ് അച്ഛനും എല്ലാ കൗൺസിലർമാർക്കും തിരുഹൃദയ പ്രവിശ്യയിലെ എല്ലാ വൈദികർക്കും ശമാശന്മാർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. യോഗാർത്ഥി ഭവനത്തിലും നവസന്യാസ കാലഘട്ടങ്ങളിലും ബിരുദ പഠനകാലത്തും തത്വശാസ്ത്ര പഠനകാലത്തും പ്രായോഗിക പരിശീലന കാലത്തും ആത്മീയ ഉപദേശങ്ങൾ നൽകിയ ഈശോയെ അടുത്തനുഗമിക്കാൻ പഠിപ്പിച്ച ആന്റണി കൊച്ചാൻഗസിനെയും നവസന്യാസ ഗുരുവായിരുന്ന ഫ്രാൻസിസ് കുടിയിരിക്കലസിനെയും ടീമംഗങ്ങളെയും ജോൺ ബർക്കുമാൻസ് അച്ഛനെയും വർഗീസ് പുതുശ്ശേരി അച്ഛനെയും മാത്യു ഗിരിയാന്തനസിനെയും ജോയ് ഓരത്തച്ഛനെയും തോമസ് പുനീന്തോടത്തച്ഛനെയും സബാസ്റ്റ്യൻ പ്രതികാവലച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവശാസ്ത്ര പഠനകാലത്ത് സമന്വയിലും ധർമാരാമിലും റഫർമാരായിരുന്ന ഡേവിസ് വറയലാനച്ഛനെയും പീറ്റർ കൊച്ചാനലച്ഛനും ജോർജ് ഇടയടയച്ഛനും ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ മാസ്റ്റർമാരായിരുന്ന സെറിൽ കുറ്റിയാനികളച്ഛനെയും ജോസഫ് കഴുതുകുളച്ഛനെയും ആന്റോ വട്ടക്കുഴിയച്ഛനെയും ഇന്നേ ദിവസം സമന്വയിൽ നിന്നും പ്രതിനിധീകരിച്ചെത്തിയ റിൻഡോസിനെയും നന്ദിയോടെ ഓർക്കുന്നു. പരിശീലന കാലഘട്ടങ്ങളിൽ ആത്മീയ ഗുരുക്കന്മാരായിരുന്ന വർഗീസ് പുതുശ്ശേരി അച്ഛനും ആന്റണി കൊച്ചാൻഗസിനെയും സ്റ്റീഫൻ മരോട്ടുകുടി അച്ഛനും മാരിയൂസ് മാണിക്കനപ്പറമ്പിലച്ഛനും തോമസ് വാടപ്പറമ്പിലച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. തിയോളി പഠനകാലത്ത് അജപാന പരിശീലനത്തിനായി എന്നെ സ്വീകരിച്ച ബാംഗ്ലൂരിലെ ഹോളി ഫാമിലി ഫൊറോന പള്ളിയിലെ വികാരി അച്ഛനും മാണ്ഡ്യരൂപതയുടെ വികാരി ജനറലുമായ മാത്യു കോയിക്കലച്ഛനെയും ഭോപ്പാൽ അജപാന പരിശീലനത്തിനായി എന്നെ സ്വീകരിച്ച സീറമോൽവാർ കമ്മ്യൂണിറ്റിയിലെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അത്തികുളം പിതാവിനെയും കൊച്ചച്ഛന്മാരെയും എന്നെ ഒത്തിരി സ്നേഹിക്കുകയും ഇന്നിവിടെ വരികയും ചെയ്ത ബാംഗ്ലൂരിലെയും ഭോപ്പാലിലെയും പള്ളിയിലെ എല്ലാ ഇടവാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്തത് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് പൊട്ടകലച്ഛനെയും ബഹുമാനപ്പെട്ട ജോസ് കണിയാമ്പറമ്പിലച്ഛനെയും സഹവൈദികരെയും സിസ്റ്റേഴ്സിനെയും കൈക്കാരന്മാരെയും ഭാരവാഹികളെയും ഇടവാംഗങ്ങളെയും യുവജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുപ്പട്ടം വട്ടോലി കുടുംബത്തിന്റെ മാത്രം ആഘോഷമായി മാറ്റാതെ ഇടവക കൂട്ടായ്മയുടെ ആഘോഷമായി മാറ്റുവാൻ മുൻകൈയെടുത്തത് ബഹുമാനപ്പെട്ട മൈക്കിൾ ആറ്റുമേലച്ഛനാണ്. തിരുപ്പട്ടത്തിന് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയും തിരുപ്പേട്ട കമ്മിറ്റി ഉണ്ടാക്കുകയും അവരെ സമയാസമയങ്ങളിൽ ഒരുക്കുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട മൈക്കിൾ ആറ്റുമേലച്ഛന് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു. വികാരിയച്ഛനോടൊപ്പം അധ്വാനിച്ച ഇടവാംഗങ്ങൾക്കും വളരെ പ്രത്യേകമായി കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ, യൂണിറ്റ് ഭാരവാഹികൾ, ഇടവകയിലെ വിവിധ സംഘടനകൾ, മതോദ്ധാവകർ, തിരുപ്പട്ട കമ്മിറ്റി അംഗങ്ങൾ, കപ്പ്യാർ, അൾത്താര സംഘം എന്നിവരോടും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ ദേവാലയം മനോഹരമായി അലങ്കരിച്ചത് പ്രേക്ഷിതാര മഠത്തിലെ മദറും സിസ്റ്റേഴ്സും കൂടിയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ പഠനകാലത്തും പ്ലസ് 2 പഠനകാലത്തും ബിരുദ പഠനകാലത്തും പഠിക്കുമ്പോൾ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഗുരുബോധരെ ഓർക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. തിരുപ്പട്ടത്തിന് ഒരുക്കമായുള്ള ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട ഷാജി കപ്പൂച്ചനച്ഛനെ, ഈ നാടുകളിൽ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് MC ആയിരുന്നത് എല്ലാ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷിബിൻ മുട്ടതുൽ അച്ഛനെയും ബഹുമാനപ്പെട്ട സാജനച്ഛനെയും
നിഷ്ലസിനെയും പ്രൊവിൻഷ്യൽ ഹൗസിലെ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ പ്രഥമ ദീപനയിൽ എന്നോടൊപ്പം സഹകർമ്മികരായി ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട കുര്യൻ കാശുപടി അച്ഛനും ബഹുമാനപ്പെട്ട ജോയ് വിട്ടോരി അച്ഛനും ജോസച്ചനും റിൻഡോസിനും എൻ്റെ തന്നെ സഹോദരനായ മേജോസിനും സാന്നിധ്യം കൊണ്ട് ഈ തിരുകർമ്മങ്ങളിൽ സംബന്ധിച്ച് അനുഗ്രഹിച്ച എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഷമ്മാശന്മാർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സൗണ്ട് സിസ്റ്റം, ഭക്ഷണം, പന്തൽ തുടങ്ങിയ ക്രമീകരണങ്ങൾ നടത്തിയവർക്കും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് കർമ്മങ്ങൾ ഭംഗിയാക്കിയ ഷൈജോ ചേട്ടനും ജിനിസ് ചേച്ചിക്കും ടീമംഗങ്ങൾക്കും ഫോട്ടോയും വീഡിയോഗ്രാഫിയും നിർമ്മിച്ച സാബു ചേട്ടനും ടീമംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഈ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അഭിമാനം കൊള്ളുന്നതും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും പെങ്ങളും കുടുംബാംഗങ്ങളുമാണ്. കഴിഞ്ഞ 13 വർഷം എനിക്ക് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിച്ച് കാത്തിരുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. സെമിനാരിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് പൂർണ്ണമായ സമ്മതം കൂടി അനുഗ്രഹിച്ച അപ്പച്ചനെയും അമ്മച്ചയെയും ഈ അടുത്താരെയും ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ കണ്ണീരിൻ്റെ ബലത്തിലാണ് എൻ്റെ ആത്മീയ ജീവിതം ബലപ്പെട്ടത്. നിങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിച്ച കരങ്ങളും ചിന്തിയ കണ്ണീരും ഈ അടുത്താരിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം സ്നേഹിച്ചും കരുതലോടെ കൈത്താങ്ങുമായി എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ചേട്ടനച്ഛനും അതുപോലെ തന്നെ എൻ്റെ തന്നെ ഒരു പകുതിയായ എൻ്റെ ഇരട്ട സഹോദരി മെസ്സിക്കും അടിയൻ സജീനും മകൾ ജീനയ്ക്കും ഒത്തിരി നന്ദി. എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വട്ടോലി കോളാട്ടുപൊടി കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി എൻ്റെ തലോട്ടപ്പനെയും തലോട്ടമ്മയെയും നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം വട്ടോലി ഫാമിലി ട്രസ്റ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിനത്തിനു വേണ്ടി സ്വപ്നം കാണുകയും എന്നാൽ മരണം മൂലം ദൈവസന്നിധിയിൽ മറഞ്ഞുപോയ എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി മാറാൻ ഏറെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ ഓരോ ബലിയർപ്പണത്തിലും നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിക്കപ്പെടും. ആരെങ്കിലും അനുസ്മരിക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി പറയുന്നു. ദൈവമേ, ഔന്നന്യമായ ദാനത്തിന് അങ്ങേക്ക് സ്തുതി. എന്നും നിന്റെ ഈ ബലിയർപ്പിക്കുവാൻ, ഈ ബലിപീഠത്തിൽ അണുചേരുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ യേശുവിനെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മത്സരം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതമായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ കാണിപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും ബോധനത്തിന്റെ മൂലമായ ശ്രേയത്വങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും ദൈവമായ ജീവദായകമായ കൃപാപൂർവ്വം നമ്മെ യോഗ്യനാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തനങ്ങളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ സാരം നിന്റെ കാരണാരഹിതാൽ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചനത്തിനും മരിച്ചെടുപ്പിനുള്ള പ്രത്യാശിക്കും നിന്റെ സന്നിധിയിലെ പ്രീതിനാമത വർദ്ധിച്ച് എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജനാവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. സ്നേഹപിതാവാം സകലേശൻ വീരവാ
Ini